ഡോക്ടറെ ഡോക്ടർ യെസ് പറയൂ. ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ് സുഭാഷ് സാർ. Good morning. Good morning, sir. Good morning to all. ഗുഡ് മോർണിംഗ്. Nawaz sir. Good morning. ഗുഡ് മോർണിംഗ്. ഞാൻ ഓഡിയബിൾ അല്ലേ? വീഡിയോ ഒക്കെ എങ്ങനെയാണ്? അതെ ഓഡിയബിൾ ആണ്. ഓക്കെ ഓക്കെ താങ്ക് യു. തബ്ഷീർ ജി ഗുഡ് മോർണിംഗ്. Morning. Tabshir ji. Hi. Good morning. Subhash. Good morning, Subhash ji. എനിക്കൊരു ഹെൽപ്പ് വേണം. പറഞ്ഞോളൂ. ലാസ്റ്റ് ഒരു വോട്ട് ഓഫ് താങ്ക്സ് പറയണം. ഓക്കെ. അത് കലക്കി. അത് കളിക്കില്ലേ? അതെ. നവാസ് ഭായ് നമസ്കാരം. അരുൺ രവിയാണ്. നമസ്കാരം അരുൺജി. നിങ്ങളെ സുന്ദരല്ലേ? നന്നായി പോകുന്നു. ഓക്കെ, അപ്പൊ എന്തായാലും അടിപൊളിയാക്കൂ. താങ്ക് യു. Hello, good morning. I am Shivadas from JCA Namara. Good morning, sir. Good morning, Shivadas ji. Sabreet sir. സുഭാഷ് സാർ എല്ലാ ഗ്രൂപ്പിലും പോസ്റ്റ് ചെയ്തില്ലേ ലിങ്ക്? ഉണ്ട് എല്ലാ ഗ്രൂപ്പിലും പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. ശരി. Happy morning all. Happy morning. ചന്ദ്രികമയുടെ 2 ദിവസമായിട്ട് എവിടെയായിരുന്നു? ചന്ദ്രിക മാം യാത്രയിലായിരുന്നു.
Nava sir, good morning. Soumya from JC Nenmara. ഗുഡ് മോർണിംഗ് സൗമ്യ മാം. ഓക്കെ, Best wishes, sir. താങ്ക് യു. ക്യാമറ ഓൺ ചെയ്യാത്തോണ്ട് ഒന്നും കാണാൻ പറ്റുന്നില്ല. Okay, ഇപ്പൊ വരാം sir. യെസ്. Sabri sir, good morning. Yes, Chairman sir, good morning. Good morning. സുഭാഷ് ഏട്ടാ സ്റ്റാർട്ട് ചെയ്തോളൂ. 2 Okay. Good morning to all. The meeting in connection with the 7 a.m. morning drive is hereby called to order. I request to JC Sabri sir to do the welcome speech. Sabri sir. Thank you. വളരെയധികം നന്ദി യോഗത്തിന്റെ ആദരണീയ ചെയർമാൻ. ദിനംപ്രതി വളരാത്തതെന്തോ ദിനംപ്രതി നശിക്കുന്നു എന്നാണ് പറയപ്പെടുന്നത്. പ്രത്യേകിച്ച് ഇന്നത്തെ കാലത്ത് മുരടിപ്പ് അല്ലെങ്കിൽ ശോഷിപ്പ് സംഭവിക്കാതിരിക്കണമെങ്കിൽ നിലനിന്നാൽ മാത്രം പോരാ, പകരം വളർന്നുകൊണ്ടേയിരിക്കണം എന്നുള്ളതാണ്. ഓരോ സൂര്യോദയവും ഓരോ പാഠം ജീവിതത്തിലേക്ക് ഉൾക്കൊണ്ടുകൊണ്ട് വളരാൻ ശ്രമിക്കുന്നതിനെ ഒരു ലക്ഷ്യമാക്കിക്കൊണ്ട് ഒരു സബരിയാക്കി 7 AM മോർണിംഗ് ഡ്രൈവ് എന്നൊരു ആശയം മുന്നോട്ട് കൊണ്ടുപോകുന്ന JCI ഇന്ത്യ സോൺ 28ന്റെ പുതിയ ലക്കത്തിലേക്ക് പങ്കെടുക്കാൻ വന്നിട്ടുള്ള ഏവരെയും സ്വാഗതം ചെയ്യുക എന്നുള്ള കർത്തവ്യമാണ് എന്നിൽ നിക്ഷിപ്തമായിട്ടുള്ളത്. ഞാൻ എന്റെ കർത്തവ്യത്തിലേക്ക് കടന്നുകൊള്ളുന്നു. ആദ്യമായി ഈ യോഗത്തിന്റെ ആദരണീയ ചെയർമാൻ, എന്റെ ജുബിലിയൻ കൊളീഗ് പ്രസിഡന്റ്, നിലവിൽ സോൺ കോർഡിനേറ്റർ എംപവറിംഗ് യൂത്ത് JFM സുഭാഷ് നായർ അവരുടെ ആദരണീയ ചെയർമാനെ ഞാൻ ഈ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അടുത്തതായി ഇന്നത്തെ യോഗത്തിന്റെ ഫെസിലിറ്റേറ്റർ ആയിട്ടുള്ള സ്പീക്കർ ആയിട്ടുള്ള വിശിഷ്ട ട്രെയിനർ, 15 വർഷത്തിലധികം ട്രെയിനിങ് മേഖലയിൽ പഴക്കവും തഴക്കവും കൈവരിച്ചിട്ടുള്ള 1500-ൽ പരം വിഷയങ്ങളിൽ നാനാവിധ വിഷയങ്ങളിലായി ട്രെയിനിങ് സെഷൻസ് എടുത്തിട്ടുള്ള പരിചയമുള്ള വളരെ അനുഭവം സമ്പത്തുള്ള സോൺ ട്രെയിനർ ആയിട്ടുള്ള നമ്മുടെ JC നവാസ് കുര്യാട് സാറെ ഈ യോഗത്തിലേക്ക് ഹാർദമായി സ്വാഗതം ചെയ്യുന്നു സർ. താങ്ക് യു. നമ്മുടെ ഈ പ്രോഗ്രാം 7 AM മോർണിംഗ് ഡ്രൈവ് എന്നുള്ള പ്രോഗ്രാം വിഭാവനം ചെയ്യുന്നതിൽ നിർണായക പങ്ക് വഹിച്ചിട്ടുള്ള JCI ഇന്ത്യ സോൺ 28ന്റെ സോൺ ഡയറക്ടർ ഇൻഡിവിജ്വൽ ഡെവലപ്മെന്റ് ഓർ ട്രെയിനിങ് JFM ഡോക്ടർ ഹിഷാം ഹൈദർ സാർ അവർകളെയും സ്വാഗതം ചെയ്യുന്നു. ഒപ്പം നമ്മുടെ കേരളത്തിലെ ആദ്യത്തെ വനിതാ സോൺ പ്രസിഡന്റ് JCI ഇന്ത്യ സോൺ 28ന്റെ സോൺ പ്രസിഡന്റ് ആയിട്ടുള്ള ചിത്ര മാഡത്തെയും സ്വാഗതം ചെയ്യുന്നു. ഇന്ന് ഇവിടെ പങ്കെടുക്കാൻ എത്തിച്ചേർന്നിട്ടുള്ള എല്ലാ JCs, ഗസ്റ്റ്, നോൺ JCs ഏവരെയും ഒറ്റ വാക്കിൽ സമഭാവത്തിൽ സന്തോഷത്തോടെ അഭിമാനത്തോടെ സ്വാഗതം ചെയ്യുന്നു. Thank you, JC Sabri sir, for a vibrant welcome speech and a warm good morning wishes. ട്രെയിനറെ കുറിച്ചിട്ട് ഇനി ഞാൻ കാര്യമായിട്ടൊന്നും പറയേണ്ട ആവശ്യമില്ല. ചെയർമാൻ വെൽക്കം സ്പീച്ചിൽ ശബരി സർ വളരെ ഭംഗിയായിട്ട് പറഞ്ഞിട്ടുണ്ട്. സോ നവാസ് സർ, the 7 AM morning drive online session floor for you, sir. താങ്ക് യു ചെയർമാൻ സുഭാഷ് ജി. വളരെ സന്തോഷം. എന്നെ വളരെ നന്നായിട്ട് തന്നെ ഇൻട്രൊഡ്യൂസ് ചെയ്ത് സബരീഷ് ജി. അദ്ദേഹത്തിന്റെ വാക്കിൽ തന്നെ ഒരു സബരീഷം ഫീൽ ചെയ്തു. അതോടൊപ്പം ഡോക്ടർ ഹിഷാം ഹൈദർ, പിന്നെ ചിത്ര മാം, ഒരുപാട് പരിചയമുള്ള മുഖങ്ങളും പരിചയമില്ലാത്തവരും ഇതിലുണ്ട്. അപ്പൊ ഏതായാലും നമ്മൾ നേരെ വിഷയത്തിലേക്ക് കടക്കാം. അപ്പോൾ നമ്മളെ സംബന്ധിച്ചോളം വളരെ സമയം പരിമിതമായി, ഒരു 25 മിനിറ്റ് കൊണ്ട് കാര്യങ്ങൾ അവതരിപ്പിക്കേണ്ടതുണ്ട്. ഇതില് സബീഷ് ജി സൂചിപ്പിച്ച ഒരു കാര്യം, വെൽക്കം സ്പീച്ചിൽ പറഞ്ഞൊരു കാര്യം, നമ്മളെ ബന്ധങ്ങളുടെ പ്രാധാന്യത്തെ കുറിച്ച് പറഞ്ഞു. പൊതുവെ ബന്ധങ്ങൾ 2 തരത്തിലാണല്ലോ നമുക്കറിയാം. ഒന്ന് വളർത്തുന്ന ബന്ധങ്ങൾ, രണ്ടാമത് തളർത്തുന്ന ബന്ധങ്ങളാണ്. ജൂനിയർ ചേംബർ ഇന്റർനാഷണൽ സംബന്ധിച്ചോളം ഞാൻ 2006-ൽ തിരൂരങ്ങാടി ലോമിൽ മെമ്പർഷിപ്പ് എടുത്തതിന്റെ ശേഷം എന്റെ ജീവിതത്തിലുണ്ടായ ഒരുപാട് നല്ല നല്ല ബന്ധങ്ങൾ, പ്രത്യേകിച്ച് എന്റെ വ്യക്തിത്വ വികാസവുമായി ബന്ധപ്പെട്ട് ഞാൻ JCയിൽ ജോയിൻ ചെയ്യാനുള്ള പ്രധാന കാരണം ട്രെയിനർ ആവാന്ന ഒരു മോഹവുമായിട്ടാണ് JCയിലേക്ക് വന്നത്. പക്ഷെ ട്രെയിനർ ആവുന്നതിനപ്പുറം നമുക്കറിയാം JCയുടെ വിഷനും മിഷനും എല്ലാം അത്രമാത്രം സ്ട്രോങ് ആണ്.
ഹാപ്പിനെസ് ഹോർമോൺസ് ഏറ്റവും കൂടുതൽ നമുക്ക് കിട്ടുന്നത് എവിടെയെന്ന് ചോദിച്ചാൽ JCA എന്ന് പറയുന്ന പ്രസ്ഥാനത്തിലാണ്. അപ്പൊ ഇന്ന് ഞാൻ നിങ്ങളുമായി ഡിസ്കസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ഒരു ടോപ്പിക് എന്ന് പറയുന്നത് നമ്മുടെ ഇമോഷണൽ മാനേജ്മെന്റുമായി ബന്ധപ്പെട്ടാണ്. നിങ്ങൾക്കറിയാം, ഇമോഷണൽ ഇന്റലിജൻസ് എന്ന് പറയുന്നത് ഹാർവാർഡ് ഗാർണറുടെ മൾട്ടിപ്പിൾ ഇന്റലിജൻസിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഇന്റലിജൻസിൽ വിശേഷിപ്പിക്കുന്നതാണ് ഇമോഷണൽ ഇന്റലിജൻസ്. ദ ഫാദർ ഓഫ് ഇമോഷണൽ ഇന്റലിജൻസ് എന്ന് വിശേഷിപ്പിക്കപ്പെടുന്നത് ഡാനിയൽ ഗോൾമാൻ ആണ്. അദ്ദേഹത്തിന്റെ വളരെ പ്രസിദ്ധമായ ഒരു പുസ്തകമുണ്ട്, ഇമോഷണൽ ഇന്റലിജൻസ് എന്നാണ് പുസ്തകത്തിന്റെ പേര്. ഈ കൂട്ടത്തിൽ ധാരാളം ട്രെയിനേഴ്സ് ഉണ്ട്, അരുൺ രവി സാറ്, അതേപോലെ ഒരുപാട് ആളുകൾ, ഞാൻ എല്ലാവരും പേരും എടുത്ത് പറയുന്നില്ല. പക്ഷെ ഇന്നത്തെ കാലഘട്ടത്തിൽ ബന്ധങ്ങൾ വഷളാവുന്ന ഒരു പ്രധാനപ്പെട്ട ഒരു കാരണം ഈ വൈകാരികമായ ബുദ്ധി നമ്മൾ വളർത്തിയെടുക്കുന്നില്ല എന്നതാണ്. പ്രത്യേകിച്ച് നമ്മൾ റോഡിലൊക്കെ ഇറങ്ങുമ്പോൾ, പൊതുരംഗത്തൊക്കെ ഇറങ്ങുന്ന സമയത്ത്, ട്രാഫിക്കിൽ പെടുന്ന സമയത്ത്, എങ്ങനെ തുടങ്ങിയ ഒരുപാട് വിഷയങ്ങളിലൊക്കെ നമ്മളുടെ ഇമോഷൻസ്, പ്രത്യേകിച്ച് ദേഷ്യം എന്ന് പറയുന്ന ആ ഒരു വികാരം, പ്രധാനമായിട്ട് 4 ഇമോഷൻസ് ആണ് പറയുന്നത്. 100 കണക്കിന് ഇമോഷൻസ് ഉണ്ടെങ്കിലും ബേസിക് ഇമോഷൻസ് എന്ന് പറയുന്നത് 4 എണ്ണമാണ്. ഒന്ന് സാഡ്, മാഡ്, ഗ്ലാഡ്, സ്കാഡ്. പിന്നെ ഗോൾമാന്റെ ഒരു ഡാനിയൽ ഗോൾമാന്റെ ഒരു കാര്യം പറയുന്നത്, അദ്ദേഹം പറയുന്നത് 75%-ലധികമായി നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ വിജയത്തിന് ആസ്പദമായി വരുന്ന ഒരു കാര്യമാണ് ഇമോഷണൽ ഇന്റലിജൻസ്. ഇമോഷണൽ ഇന്റലിജൻസിനായിട്ട് പറയുമ്പോൾ നമുക്ക് അവിടെ 4 കാര്യങ്ങൾ വീണ്ടും ഊന്നി പറയേണ്ടത്. ഒന്ന്, ഇമോഷണൽ അവയർനെസ് ആണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. എന്താണ് ഇമോഷണൽ അവയർനെസ്? അതായത് സെൽഫ് അവയർനെസ് ആണ്. സെൽഫ് അവയർനെസ് എന്ന് പറയുമ്പോൾ ലൈഫ് സ്കിൽസിലെ മദർ ഓഫ് സ്കിൽ എന്ന് പറയുന്ന സെൽഫ് അവയർനെസ്, ഒന്ന് നമ്മളുടെ ഇമോഷൻസിനെ കുറിച്ച് നമുക്ക് ധാരണ വേണം. രണ്ടാമത് സോഷ്യൽ അവയർനെസ്, മൂന്നാമത്തത് ഇമോഷണൽ മാനേജ്മെന്റ്, നാലാമത്തത് റിലേഷൻഷിപ്പ് മാനേജ്മെന്റ്. ഈ 4 ബേസ് ചെയ്തിട്ടാണ് നമ്മൾ ഇന്ന് കുറച്ച് കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. തേന്മാവിൻ കൊമ്പത്ത് എന്ന സിനിമ വളരെ പ്രസിദ്ധമായ, വളരെ കോമഡിയനായ സിനിമയാണ്. ആ സിനിമയിലെ കുതിരവട്ടം പപ്പു എന്ന് പറയുന്ന ആ മഹാനടന്റെ ഒരു വളരെ രസകരമായ ഒരു ഡയലോഗ് ഉണ്ട്. നമുക്ക് എല്ലാവർക്കും അറിയാം, മലയാളികളായ നമ്മളാരും അത് മറക്കാൻ സാധ്യതയില്ല. താൻ ആരാണെന്ന് തനിക്കറിയില്ലെങ്കിൽ താൻ എന്നോട് ചോദിക്കുക, അപ്പൊ ഞാൻ പറയും താൻ ആരാണ്. അടുത്തത് അതിനേക്കാളും രസമാണ്, ഞാൻ ആരാണെന്ന് തനിക്കറിയില്ലെങ്കിൽ താൻ എന്നോട് ചോദിക്കുക, അപ്പൊ ഒരു ഞാൻ ആരാണ്. പിന്നെ ഞാൻ പറയും താൻ ആരാണെന്നും ഞാൻ ആരാണ്. ജീവിതത്തിലൊക്കെ നമ്മൾ ചില ആളുകളോടൊക്കെ നമ്മൾ പറയുന്ന ഡയലോഗ് ഉണ്ട്, തനിക്ക് എന്നെ ശരിക്കും അറിയില്ല, ഞാൻ ആരാണെന്ന് എന്നൊക്കെ കാണിച്ചു തരാം, ആരോടാ എന്റെ കളി എന്നൊക്കെ നമ്മൾ പറയാറുണ്ടെങ്കിൽ പോലും പലപ്പോഴും നമ്മളെ കുറിച്ച് അറിയുന്നതിൽ വളരെയധികം ബാക്കോട്ടാണ്. മറ്റുള്ളവരെ കുറിച്ച് നമ്മൾ അറിയാൻ ശ്രമിക്കും, പക്ഷെ നമ്മളെ കുറിച്ച് അറിയാവുന്നതാണ്. പ്രത്യേകിച്ച് നമ്മളുടെ ഇമോഷൻസിൽ ഏറ്റവും പ്രധാനമായിട്ട് ബന്ധങ്ങൾ വഷളാക്കുന്നതിൽ ഏറ്റവും വലിയൊരു പങ്ക് എന്നാണ് ദേഷ്യം എന്ന് പറയുന്നത്. ദേഷ്യം, ക്രോധോ ഭവതി സമൂഹ, സമൂഹ സ്മൃതി വിഭ്രമ, സ്മൃതിനാശോ ബുദ്ധിനാശോ, ബുദ്ധിനാശോ പ്രണശ്വതി എന്ന് പറയും. ദേഷ്യം എന്ന് പറയുന്ന വികാരം നമുക്കറിയാം, കുടുംബ കോടതികളിൽ വരുന്ന കേസുകളായിക്കോട്ടെ, ഈ നമ്മള് ലോയേഴ്സ് ഒരുപാടുണ്ടല്ലോ നമ്മുടെ കൂട്ടത്തിൽ, അവരൊക്കെ നമ്മൾ പറയുന്ന നിസാര കാര്യങ്ങൾ നമ്മൾ ആ സമയത്ത് റെസ്പോണ്ട് ചെയ്യുന്ന പകരം റിയാക്ട് ചെയ്തിട്ടുണ്ടാവുന്ന അപകടങ്ങൾ ചെറുതൊന്നല്ല. അപ്പൊ അവിടെയാണ് ഈ ദേഷ്യം എന്നൊരു വികാരം എങ്ങനെ, പ്രത്യേകിച്ച് ദേഷ്യം നമ്മളെ മാത്രമല്ല ബാധിക്കുക, അത് ഏറ്റവും കൂടുതൽ ബാധിക്കും നമ്മളെ. ശ്രീബുദ്ധന്റെ ഒരു വാക്ക് പറയുകയാണെങ്കിൽ, നിങ്ങൾ ഒരാളോട് ദേഷ്യപ്പെടുന്ന സമയത്ത് ഈ തീക്കണലെടുത്ത് എറിയുന്നതിന് തുല്യാന്ന് പറയും. തീക്കണലെടുത്ത് എന്ന് പറയുമ്പോൾ ആദ്യം പൊള്ളൽ നമുക്കാണ്. അദ്ദേഹത്തിന് കിട്ടോ ഇല്ലേ എന്നത് നമുക്കറിയാം. അദ്ദേഹം ചിലപ്പോൾ അതിൽ നിന്ന് ഒഴിഞ്ഞ് രക്ഷപ്പെട്ടിട്ടുണ്ടെങ്കിൽ നമുക്ക് ഏതായാലും പൊള്ളൽ ഉറപ്പാണ്. അപ്പോ ദേഷ്യം ഏറ്റവും കൂടുതൽ എഫക്ട് ചെയ്യുന്നത്, നമുക്ക് ഹാർട്ട് ഡിസീസ് കൂടി വരുന്ന ഒരു പ്രധാന കാരണം ഇമോഷൻസിന്റെ വിഷയമാണെന്ന് പറയുന്നത്. നമ്മളുടെ ജീവിതശൈലി രോഗങ്ങൾ ധാരാളം പെരുകിക്കൊണ്ടിരിക്കണം. 1400 വർഷങ്ങൾക്ക് മുമ്പ് വാഗ്ഭടൻ ആചാര്യൻ അഷ്ടാംഗ ഹൃദയത്തിൽ അദ്ദേഹം അതിന്റെ ആദ്യത്തെ ചാപ്റ്ററിൽ തന്നെ തുടങ്ങുന്നത് ഇങ്ങനെയാണ്: രാഗാദി രോഗാൻ സദാസക്തൻ അശേഷകായ പ്രസ്തുതാന ശേഷാൻ ഔസുക്യ മോഹാരതി ദാജങ്ങാനായോ അപൂർവ വൈദ്യായ നമോസുതസ്മേ. രാഗാദി രോഗാൻ പറയുന്ന അവിടെ വൈകാരികമായ നമ്മുടെ ചിന്തകളെ കുറിച്ചാണ് പറയുന്നത്. അപ്പൊ ഇവിടെ സെൽഫ് അവയർനെസ് വളർത്തിയെടുക്കുക എന്നത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. നമ്മൾ ദേഷ്യപ്പെടുമ്പോൾ ഉണ്ടാകുന്ന ഒന്ന്, നമുക്ക് നമ്മളെ കുറിച്ച് തന്നെ ഒരു ധാരണ വേണം. ദേഷ്യപ്പെടുമ്പോ പൊതുവെ നമുക്കറിയാം, നമ്മളുടെ ശരീരത്തിൽ ഉണ്ടാകുന്ന ഓരോ മാറ്റങ്ങള്, വികാരങ്ങളും മനസ്സും ബോഡിയും ശരീരം തമ്മിലുള്ള അത്രയും ബന്ധം വന്നിട്ടുണ്ടെന്ന് ഇന്ന് ശാസ്ത്രം തെളിയിച്ചുകൊണ്ടിരിക്കുകയാണ്. ആലപ്പുഴ മെഡിക്കൽ കോളേജിലെ പ്രൊഫസർ പൈ, അദ്ദേഹം അവിടെ മെഡിക്കൽ കോളേജ് സ്റ്റുഡൻസിനെ വെച്ചിട്ട് ഒരു റിസർച്ച്, ഒരു സർവേ നടത്തിയപ്പോൾ അദ്ദേഹം പറയുന്ന ഒരു കാര്യം, അദ്ദേഹത്തിന്റെ കാഴ്ചപ്പാട് 95% എന്ന് വരെ അദ്ദേഹം പറയുന്നത്, നമുക്കുണ്ടാകുന്ന രോഗം സൈക്കോസൊമാറ്റിക് ഡിസീസിൽ പ്രധാനപ്പെട്ട രോഗങ്ങൾ സൈക്കോസൊമാറ്റിക് ഡിസീസ് ആയിട്ട് പെരുകിക്കൊണ്ടിരിക്കും. അതിന് ഒരു പ്രധാന പങ്ക് നമ്മളുടെ വികാരങ്ങളാണ്.
ഇമോഷൻസ് ആണ്. അപ്പൊ അവിടെ ദേഷ്യം വരുന്ന സമയത്ത് നമുക്ക് സ്വയം അവയർനെസ് ഉണ്ട്. അപ്പൊ ക്രോധോപവതി സമൂഹ സമൂഹ സ്മൃതി വിഭ്രമ എന്ന് പറയുമ്പോൾ ദേഷ്യം വരുന്ന സമയത്ത് നമ്മൾ ആരാണെന്ന് നമ്മൾ മറന്നു പോവുകയാണ്. അവിടെ നമ്മളുടെ ആ നമുക്ക് എന്താ, ചില ആളുകൾ പറയും എനിക്ക് പറയാനുള്ളതൊക്കെ ഞാൻ ആ മുഖത്ത് നോക്കി പറയും, ഞാൻ ആ മുൻപിന്നെ നോക്കുന്നില്ല, അപ്പൊ ഞാനാണ്ട് എന്ത് ചെയ്യും, ആട് പൊട്ടും, ഞാൻ ആ വരുമരായ്മകളെ കുറിച്ച് ചിന്തിക്കാറില്ല എന്ന് പറയാം. അവിടെ വലിയൊരു അപകടമുണ്ട്. നമുക്ക് പറയാനുള്ളത് നമ്മൾ പറഞ്ഞു പോകും, പക്ഷെ അത് കിട്ടുന്ന ആൾക്ക് ഉണ്ടാവുന്ന ഇമ്പാക്ട് അല്ലെങ്കിൽ ഫീലിങ്സ് എങ്ങനെയാണെന്ന് നമ്മൾ അറിയാം. അപ്പൊ സോഷ്യൽ അവയർനെസ്സും കൂടി നമ്മൾ വളർത്തിയെടുക്കണം. അപ്പോ പിന്നെ ഒരിക്കൽ ഒരു ഗുരുവിന്റെ അടുക്കൽ ഒരു ശിഷ്യൻ വന്ന് പറഞ്ഞത്, ഗുരു എനിക്ക് വല്ലാത്ത ദേഷ്യം വരുന്നുണ്ട്, ഈ ദേഷ്യം വരുമ്പോ അത് നിയന്ത്രിക്കാൻ വല്ല വിദ്യയുണ്ടോ ചോദിച്ചപ്പോ ഗുരു അദ്ദേഹത്തിന് ശിഷ്യനെ പഠിപ്പിക്കാൻ വേണ്ടി, ഞാൻ എനിക്ക് ഒരു സൂത്രവിദ്യ പറഞ്ഞു തരാം, കുറച്ച് ആണി ഞാൻ എനിക്ക് തരാം. നമുക്കെല്ലാം കേട്ട് പരിചയമുള്ള ഒരു കഥയാണ്. നിനക്ക് എപ്പോ ദേഷ്യം വരുന്ന സമയത്തും ഈ ആണി എന്ത് ചെയ്യണം, നിന്റെ വീട്ട് പരിസരത്ത് എവിടെയെങ്കിലും ഒരു മരമുണ്ടെങ്കിൽ ആ മരത്തിലെ പോയിട്ട് ഈ ആണി മേടിയാൽ മതി, അല്ലെങ്കിൽ അത് ചുറ്റികെട്ട് അത് അവിടെ മേടാൻ പറഞ്ഞു. അങ്ങനെ ശിഷ്യന് ദേഷ്യം വരുന്ന സമയത്ത് ഗുരു തന്ന ആണിയുടെ ഓർമ്മ വരികയാണ്. അങ്ങനെ ദേഷ്യം വരുമ്പോൾ ഈ ശിഷ്യൻ ആണിയെടുത്ത് മരത്തിൽ പോയിട്ട് മേടുകയാണ്. അങ്ങനെ ചുരുക്കി പറയുകയാണെങ്കിൽ ഗുരു കൊടുത്ത എല്ലാ ആണിയും തീർന്നിട്ടുണ്ട്. അങ്ങനെ ഗുരുവിനെ കാണാൻ വീണ്ടും പോകുന്ന സമയത്ത് ഗുരു ചോദിച്ചു ശിഷ്യനോട്, ഇപ്പൊ എങ്ങനെയുണ്ട് നിന്റെ ദേഷ്യം ചോദിച്ചപ്പോ ശിഷ്യൻ പറയാണ്, ഇപ്പൊ നല്ല സമാധാനമുണ്ട്, ദേഷ്യം വരുമ്പോ ഞാൻ നിങ്ങൾ തന്ന ആണി, ഇപ്പൊ നിങ്ങൾ തന്ന ആണിയൊക്കെ കഴിഞ്ഞിട്ടുണ്ട്, ഇനിയും ആണി ഉണ്ടോ എന്ന് അന്വേഷിക്കാൻ വേണ്ടി വന്നതാണ്. അപ്പൊ ഗുരു ഒരു ചോദ്യം ചോദിച്ചൊരു ചോദ്യമാണ്, നമ്മളൊക്കെ ചിന്തിപ്പിക്കേണ്ട കാര്യം. നീ ദേഷ്യപ്പെടുക്കുന്ന സമയത്ത് നീ ആണി മേടിയിട്ടുണ്ട്, ആ മേടിയ ആണി അത് ഇനി ഒന്ന് പറിച്ചു കൊണ്ടുവരണം, അത് പറിച്ചു വരുന്ന സമയത്ത് ഒരു ഓട്ട പോലും ഇല്ലാതെ നിനക്ക് പറിക്കാൻ പറ്റുമോ എന്ന് ചോദിച്ചു. അതൊരിക്കലും സാധ്യമല്ലല്ലോ, പറിക്കുമ്പോൾ തീർച്ചയായിട്ടും അതിന്റെ അടയാളങ്ങൾ ഉണ്ടാവും. ഇതാണ് നമുക്ക് സംഭവിക്കുന്ന കാര്യം. മിക്ക വിഷയവും വീട്ടിലൊക്കെ ഇപ്പൊ നമ്മൾ ചെറിയ ചെറിയ നിസ്സാര കാര്യങ്ങൾ, ഇപ്പൊ ട്രാഫിക് ഒക്കെ സംഭവിക്കുന്ന കാര്യം, അവിടെ നമുക്ക് ആ ഒരു സിറ്റുവേഷനെ അവയർനെസ് കൊണ്ടുവരാൻ പറ്റുന്നില്ല. ട്രാഫിക് ജാം ഉണ്ടാവാൻ പല പല കാരണങ്ങളുണ്ടാവും. ഇപ്പൊ നമ്മുടെ മുന്നിലൂടെ പോകുന്ന ഒരു വാഹനം ഒരു പക്ഷേ ഒന്ന് സ്ലോ ആയിട്ട് പോയി കഴിഞ്ഞാൽ അപ്പൊ നമ്മൾ ചിന്തിക്കുക, ചില ആളുകൾ ഹോർൺ അടിച്ചുകൊണ്ടേയിരിക്കും. ഒരുപക്ഷെ ആ സ്ലോ ആവുന്നതിന് പല കാരണങ്ങളുണ്ടാവും. ഒന്ന് ആ കാറിൽ യാത്ര ചെയ്യുന്നത് രോഗികൾ ഉണ്ടാവാം, അല്ലെങ്കിൽ ഒരു പക്ഷെ ആ വണ്ടിക്ക് എന്തെങ്കിലും ചിലപ്പോൾ തകരാറുണ്ടാവും, പല പല കാരണങ്ങളുണ്ടാവും. അപ്പൊ ആ അവയർനെസ് വളർത്തി എടുത്തു കഴിഞ്ഞാൽ കുറെയൊക്കെ നമുക്ക് ഇതിന്റെ പ്രശ്നങ്ങൾ ബാധിക്കും. ഇപ്പോ ഏറ്റവും കൂടുതൽ ഇമോഷൻസിൽ ഈ ദേഷ്യം നമ്മൾ ഹൃദയത്തെയാണ് ഏറ്റവും കൂടുതൽ ബാധിക്കുന്നതെന്നാണ് പഠനങ്ങൾ പറയുന്നത്. അപ്പൊ അവിടെ നിന്ന് അപ്പൊ ഇനി ദേഷ്യം വരുമ്പോൾ നമുക്ക് ചെയ്യേണ്ട എന്താണ്, ഒരു ചെറിയൊരു അവയർനെസ് കൊണ്ടുവരാൻ, എനിക്ക് ദേഷ്യം വരുന്നുണ്ട് എന്നുള്ള ഒരു ബോധ്യം ഉണ്ടാക്കി. ഞാൻ ഈ ദേഷ്യത്തെ കുറിച്ച് പറയാൻ പ്രധാന കാരണം ഈ ബന്ധങ്ങൾ വളർത്തുന്നതിലും വളർത്തുന്നതിൽ ദേഷ്യം ഒരിക്കലും ഉപകരിക്കും, തളർത്തുന്നതിലാണ് ദേഷ്യം വലിയ പങ്ക് വെക്കുന്നത്. അപ്പൊ അതിന് സാധാരണ ഇതിൽ 5D എന്ന് പറയുന്ന ഒരു മെത്തേഡ് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ദേഷ്യത്തിന്റെ തീവ്രത നമുക്ക് കുറെ കുറക്കാൻ പറ്റും. എന്താണ് 5D? ഒന്നാമത്തെ D എന്ന് പറയുന്നത് ഡിസ്റ്റൻസ് ആണ്. ഡിസ്റ്റൻസ് ആ ദേഷ്യം ഉണ്ടാക്കുന്ന സാഹചര്യത്തിൽ നിന്ന് അകലം പാലിക്കാൻ ശ്രമിക്കുക എന്നതാണ്. അത് അകലം പാലിക്കാൻ ആദ്യം സ്വയം അവയർനെസ് വേണം. അവയർനെസ് ഇല്ലാത്ത ഒരു വ്യക്തിക്ക് തനിക്ക് ദേഷ്യം വരുന്നുണ്ട് എന്നത് അയാൾക്ക് ബോധ്യം ഉണ്ടെങ്കിൽ മാത്രമേ അയാൾക്ക് അവിടുന്ന് ഡിസ്റ്റൻസ് കീപ്പ് ചെയ്യാൻ പറ്റുള്ളൂ. ദേഷ്യം വരുന്ന സമയത്ത് അവയർനെസ് ഡിസ്റ്റൻസ് കീപ്പ് ചെയ്തില്ലെങ്കിൽ, നമുക്കറിയാം നമ്മുടെ കൈയിനെ, ഈ മസിലിനെ ഏറ്റവും ദേഷ്യം വരുമ്പോൾ പല ആളുകളും ചില കാര്യങ്ങൾ നശിപ്പിക്കുന്നതൊക്കെയാണ്. കൈ മസിലിന് പവർ കൂടുമെന്നാണ് പഠനങ്ങൾ പറയുന്നത്. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും. അപ്പൊ കയ്യിൽ കിട്ടിയ സാധനങ്ങൾ ചിലർ എറിയും, TV ഒക്കെ എറിഞ്ഞ് പൊട്ടിച്ചവരുണ്ട്. പല രീതിയിലുള്ള എന്ത് ചെയ്യാം, നമ്മൾ അത്രയും എനർജിയാണ് നമുക്ക്, നെഗറ്റീവ് ആയിട്ടുള്ള ഒരു എനർജി നമുക്ക് വരികയാണ്. അപ്പൊ എന്ത് ചെയ്യുന്നത്, ഡിസ്റ്റൻസ് കീപ്പ് ചെയ്യാൻ ശ്രദ്ധിക്കുക എന്നത് വളരെ പ്രധാനപ്പെട്ട കാര്യം. രണ്ടാമത്തെ ഒരു കാര്യം, ഡിസ്റ്റൻസ് കീപ്പ് ചെയ്താൽ മാത്രം പോരാ, ഡിസ്ട്രാക്ഷൻ എന്ന് പറയും. എന്താ ഡിസ്ട്രാക്ഷൻ എന്ന് പറഞ്ഞാൽ, നമ്മൾ ഡിസ്റ്റൻസ് കീപ്പ് ചെയ്ത് പക്ഷെ നമ്മുടെ ഉള്ളിൽ ആ ഇമോഷൻസ് നമ്മളിങ്ങനെ നിറഞ്ഞു പൊന്നിങ്ങനെ വരികയാണ്, വീണ്ടും വീണ്ടും നമ്മള് പ്രശ്നത്തിലേക്ക് പോകാൻ സാധ്യത. അപ്പൊ ഡിസ്ട്രാക്ട് ചെയ്യുക, വേഗം നമ്മള് ശ്രദ്ധ മാറ്റുക എന്നതാണ്. ഡിസ്ട്രാക്ഷന് ഒരുപാട് മെത്തേഡ് സാധാരണ പറയാറുണ്ട്. ഒന്ന് നമ്മൾ റിവേഴ്സിൽ എണ്ണുന്നത്, ഇപ്പൊ 100 മുതൽ 1 വരെ താഴെ എണ്ണത് ഡിസ്ട്രാക്ഷന്റെ ഒരു മെത്തേഡാണ്. മറ്റൊരു സിമ്പിൾ ആയിട്ടുള്ള മെത്തേഡ് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുമെങ്കിൽ ചെയ്ത് നോക്കുക. വലത്തെ കൈ ചൂണ്ടുവെല്ലും നടുവെല്ലും ഇങ്ങനെ പിടിക്കുക, ഇടത്തെ കൈ ഇങ്ങനെയും പിടിക്കുക. എന്നിട്ട് നമ്മൾ ചെയ്യേണ്ട, ബോധപൂർവം എന്താ ചെയ്യേണ്ടത്, ഇതിങ്ങനെ പരസ്പരം അങ്ങോട്ടും കൊണ്ട് മാറ്റി, ഇതിങ്ങനെ ആക്കുന്ന സമയത്ത് ഇതിങ്ങനെ ആക്കുക, ഇങ്ങനെ ആക്കുമ്പോൾ ഇങ്ങനെ ആക്കുക. ഇത് അത്ര എളുപ്പമുള്ള കാര്യമില്ല. നമുക്ക് ബോധപൂർവം നമ്മൾ ശ്രമം നടത്തിയെങ്കിൽ മാത്രമേ ഇങ്ങനെ ചെയ്യാൻ പറ്റുള്ളൂ. ഇതിന്റെ ഒരു രസം എന്ന് വെച്ചാല്, ഇത് ശരിയാതിരിക്കുമ്പോൾ നമുക്ക് ആ മുമ്പ് എന്തിനോടാണ് ദേഷ്യം, ആ ദേഷ്യം പോയിട്ട് പിന്നെ ഇതിനോടായിരിക്കും ദേഷ്യം വരിക. ഇതെന്താ ശരിയാവാത്ത രീതിയിലേക്ക് നമ്മൾ ചിലപ്പോൾ മാറാം. അത് ഡിസ്ട്രാക്ഷന്റെ മറ്റൊരു മാർഗമാണ്. പിന്നെ നമ്മൾ മൂന്നാമത്തെ D എന്ന് പറയുന്നത് ഡ്രിങ്ക് വാട്ടർ എന്ന് പറയും. ഡ്രിങ്ക് വാട്ടർ.
വെള്ളം കുടിക്കുന്ന സമയത്ത്, പ്രത്യേകിച്ച് ദേഷ്യമുള്ള സമയത്ത് തണുത്ത വെള്ളം കുടിക്കുന്നത് വളരെ ഉത്തമമാണെന്ന് പറയപ്പെടുന്നുണ്ട്. അപ്പൊ തണുത്ത വെള്ളം, അതോടൊപ്പം മധുരമുള്ള വെള്ളമാണെങ്കിൽ, ഇന്നിപ്പോ ഷുഗർ പേഷ്യന്റ് ഇനിയിപ്പോ അവര് ശ്രദ്ധിക്കുക. ഞാൻ പറയുന്നത് മധുരമുള്ള വെള്ളമാണെങ്കിൽ കുറച്ചും കൂടി എന്ത് ചെയ്യും, ആ ദേഷ്യത്തിന്റെ തീവ്രത കുറയാൻ സാധ്യത വളരെ കൂടുതലാണെന്ന് പറയുന്നത്. അപ്പൊ ഡ്രിങ്ക് വാട്ടർ, വെള്ളം കുടിക്കുമ്പോൾ ഇരുന്ന് കുടിക്കുന്നതാണ് വളരെ ഉത്തമം. പിന്നെ 4ാമത്തെ ഡി എന്ന് പറയുന്നത് ഡീപ് ബ്രീത്തിങ്. നമുക്കറിയാം ഈ ബ്രീത്തിങ് മനസ്സിനെ നിയന്ത്രിക്കാൻ ഏറ്റവും നല്ല മാർഗമായിട്ട് ഇപ്പൊ യോഗയുടെ ഒക്കെ പ്രധാന പ്രാണായാമങ്ങളൊക്കെ ചെയ്യുമ്പോൾ ബ്രീത്തിങ്, ഒരാള് ഇമോഷൻസ് ചേഞ്ചസ് വരുമ്പോൾ, പ്രത്യേകിച്ച് ദേഷ്യം വരുന്ന സമയത്ത് അയാളുടെ ഇമോഷൻസ്, അയാളുടെ ബ്രീത്തിങ്സിൽ ഉണ്ടാവുന്ന താളങ്ങള് ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടാവും. പേടിയായിക്കോട്ടെ, അതൊക്കെ നമ്മുടെ ബ്രീത്തിങ്ങിനെ ബാധിക്കും. അപ്പൊ ഈ ഒരു സ്ഥലത്ത് ഇരുന്ന് നമ്മൾ നന്നായിട്ട് ദീർഘമായി ശ്വാസം എടുത്ത് സാവകാശം ശ്വാസം പുറത്തേക്ക് വിട്ടു കഴിഞ്ഞാൽ അത് നമ്മുടെ ഇമോഷൻസിനെ കൺട്രോൾ ചെയ്യാൻ വളരെ ഉത്തമമാണ്. പ്രത്യേകിച്ച് പല മെത്തേഡുകൾ ഡീപ് ബ്രീത്തിങ്ങുമായി വന്ന് പറയാറുണ്ടെങ്കിൽ, ഒന്ന് 4-4-6 എന്ന് പറയുന്ന ഒരു മെത്തേഡ് ഉണ്ട്. അതായത് നമ്മൾ ശ്വാസം നന്നായിട്ട് എടുക്കുന്ന സമയത്ത് കൗണ്ട് ചെയ്യുക 1 2 3 4, പിന്നെ നമ്മൾ ഹോൾഡ് ചെയ്യുക, അവിടെയും 1 2 3 4, എക്സൈൽ ചെയ്യുന്ന സമയത്ത് 1 2 3 4 5 6 ഈ രീതിയിലേക്ക്. അപ്പോ ഇൻഹേല് മൂക്കിലൂടെ എടുക്കുക, എക്സൈൽ നമ്മൾ മൗത്തിലൂടെ വിടുന്നത് വളരെ ഉത്തമമായിരിക്കും. അപ്പൊ ഡീപ് ബ്രീത്തിങ് എന്ന് പറയുന്നത്, ഇപ്പൊ 4ാമത്തെ ഡി എന്ന് പറയുന്നത് ഡീപ് ബ്രീത്തിങ്. 5ാമത്തെ ഡി എന്ന് പറയുന്നത് അവിടെ പറയുന്നത് ഡിസ്കസ് ചെയ്യാന്നതാണ്. ഡിസ്കസ് ചെയ്യുമ്പോൾ പറയുമ്പോ ദേഷ്യം പിടിച്ച ആളോടല്ല, പകരം നമ്മൾ ആരോടെങ്കിലൊക്കെ നമ്മളെ മനസ്സിലെ ഈ അസ്വസ്ഥതകള് തുറന്ന് പറയുന്നത് കുറെയൊക്കെ നമ്മുടെ ഇമോഷൻസിനെ ചേഞ്ച് ചെയ്യാൻ വളരെ ഉത്തമമാണെന്ന് പറയുന്നത്. ഇപ്പൊ ഇനി നമുക്ക് എപ്പോ ദേഷ്യം വരുമ്പോഴും 5Dയിൽ ഏതെങ്കിലും 1 or 2 അപ്ലൈ ചെയ്താൽ തന്നെ ഒരുപാട് റിസൾട്ട് കിട്ടും. ഇപ്പൊ 5Dയും ചിലപ്പോൾ ഓർമ്മ വന്നോളന്നില്ല. ഏതെങ്കിലും ഒന്ന് പരമാവധി ഡിസ്റ്റൻസ് കീപ്പ് ചെയ്യുന്നത്. അപ്പൊ ദേഷ്യപ്പെടുന്നത് മോശമാണോ എന്ന് ചോദിച്ചാല് മോശം ആണെന്ന് പറയുന്നില്ല. കാരണം ദേഷ്യം മനുഷ്യനിൽപ്പെട്ട ഒരു വികാരമാണ്. ഒരു വികാരം മോശമൊന്നുമല്ല. അപ്പൊ ഇവിടെ അരിസ്റ്റോട്ടലിന്റെ ഒരു വാക്കുണ്ട്, എനിബഡി ക്യാൻ ബിക്കം ആംഗ്രി, ദാറ്റ് ഈസ് ഈസി, ബട്ട് ടു ബി ആംഗ്രി വിത്ത് ദ റൈറ്റ് പേഴ്സൺ ആൻഡ് ടു ദ റൈറ്റ് ഡിഗ്രി ആൻഡ് അറ്റ് ദ റൈറ്റ് ടൈം and for the right purpose and in the right way, that is not within everybody's power and it is not easy എന്ന് പറയും. അതായത് ദേഷ്യപ്പെടേണ്ട, പക്ഷെ അത് ആരോട് എത്ര അളവിൽ എന്നതിന്റെയും, ആർക്കും കോപിക്കാം, അത് എളുപ്പമാണ്. പക്ഷെ കോപിക്കേണ്ടത് ശരിയായ വ്യക്തിയോട് ശരിയായ അളവിൽ, ആ ശരിയായ അളവിലാണ് പ്രശ്നം വരിക. ഒരു ചെറിയ 3 വയസ്സ് പ്രായമുള്ള കുട്ടിയോടൊക്കെ ചില പാരന്റ്സ് ഒക്കെ ദേഷ്യപ്പെടുന്നത് വളരെ ഷൗട്ട് ചെയ്തിട്ടൊക്കെ സംസാരിക്കും. ഈ ഷൗട്ട് ചെയ്ത് സംസാരിക്കുമ്പോൾ ഉണ്ടാകുന്ന ദേഷ്യം വരുന്ന സമയത്ത് നമ്മളുടെ ഏറ്റവും വലിയ നമ്മുടെ ടോണിന് മാറ്റം വരും, ശബ്ദം കൂടും. ആ കുഞ്ഞിൽ ഉണ്ടാവുന്ന മുറിവുകൾ നമുക്കറിയാം. ഇപ്പൊ കൗൺസിലിങ്ങിനൊക്കെ പല പാരന്റ്സ് കുട്ടികളായിട്ട് വരുമ്പോൾ ചെറുപ്പത്തിലുണ്ടായ ഒരുപാട് പ്രശ്നങ്ങൾ അവളെ വല്ലാതെ ബാധിക്കും. അപ്പൊ അതെന്താ, നമ്മളെ ടോണിന്റെ ഇത് മാറ്റം വരും. ശരിയായ സമയത്ത് ശരിയായ രീതിയിൽ ശരിയായ കാര്യത്തിന് ചെയ്യാവുന്നതാണ്. ഇത് അത്ര എളുപ്പമല്ല. പ്രവാചകന്റെ ഒരു വചനത്തിൽ പറയുന്നുണ്ട്, പിന്നെ അദ്ദേഹത്തിന്റെ ഒരു ഇതിൽ പറയുന്നത്, നിങ്ങൾ ദേഷ്യപ്പെടുന്നത്, ശക്തൻ എന്ന് പറയുന്നത് പിന്നെ ലൈസ ഷദീദ് ബിസ്സുറ ഇന്നമ ഷദീദ് അല്ലദി യംലികു നഫ്സുഹു ഇൻദൽ ഗളബ് എന്നാണ് പ്രവാചകൻ. അതിൽ പറയുന്ന ഇത്രയേ ഉള്ളൂ, യഥാർത്ഥ ശക്തമാൻ എന്ന് പറയുന്നത് ദേഷ്യം വരുന്ന സമയത്ത് സ്വന്തം മനസ്സിനെ നിയന്ത്രിക്കുക, അല്ലാതെ ഫയൽമാനോട് ഗുസ്തി തോൽപ്പിക്കുന്നത്. അത് കായികമായ ശക്തിയാണ്. മനസ്സിന്റെ ശക്തി എന്ന് പറയുന്നത് ആ സമയത്ത് നമുക്ക് നമ്മളെ നിയന്ത്രിക്കുക എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അപ്പൊ അത് നമുക്ക് അത്രയും വിൽ പവർ ഉള്ളവർക്ക് അത് സാധിക്കുള്ളൂ. അതാണ് ഞാൻ പറയുന്നത്, ദേഷ്യം എന്ന ഒരു വികാരം. 2ാമത്തെ മറ്റൊരു ഇമോഷൻസ് പറയുന്നത് സാഡ് എന്ന് പറയുന്നത് ദുഃഖം. ചില ആളുകളോട് നമുക്ക് സംസാരിക്കാൻ തന്നെ തോന്നാത്തതിന് കാര്യം, എപ്പോ നോക്കിക്കഴിഞ്ഞാൽ അവരുടെ മുഖത്തൊരു മ്ലാനത ഉണ്ടാവും. ഒരു പിന്നെ കണ്ടുവന്ന് എപ്പോ നോക്കിയാലും അസ്വസ്ഥമായ ഒരു മനസ്സുമായിട്ട് നടക്കുന്ന ആളുകൾ ധാരാളം. അത് അവരുടെ ശരീരത്തെ, അവരുടെ ആരോഗ്യത്തെ ബാധിക്കുന്നുണ്ടെന്നത് പലരും തിരിച്ചറിയാതെ പോവാണ്. 3ാമത് ഫിയർ ആണ്, അതായത് പിന്നെ സ്കേഡ് എന്ന് പറയുന്നത് പേടി. ഇതൊക്കെ നമ്മുടെ ഇമോഷൻസ് പോസിറ്റീവ് ആയാലും നെഗറ്റീവ് ആയാലും ഇമോഷൻസിൽ, പോസിറ്റീവ് ഇമോഷൻസിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്ന് നമ്മുടെ സ്നേഹം, അങ്ങനെ കുറെ കാര്യങ്ങളൊക്കെ. പിന്നെ സന്തോഷം. സന്തോഷത്തെ കുറിച്ച് പറയുമ്പോൾ നമുക്കറിയാം, സന്തോഷത്തിന്റെ ഹോർമോൺസ് 4 എണ്ണമാണ്. ഡോപ്പോമിൻ, ഓക്സിറ്റോസിൻ, സെറോട്ടോണിൻ, എൻഡോർഫിൻ എന്ന് പറയുന്ന ഹോർമോൺസ്. ഡോപ്പോമിൻ ഒക്കെ ദേശീയയിൽ ഏറ്റവും കൂടുതൽ കിട്ടുന്ന ഒന്നാണ് ഹാപ്പിനെസ് ഹോർമോൺസ് എന്ന് പറയുന്നത്. അപ്പൊ മനസ്സിൽ അസ്വസ്ഥത ഉണ്ടെങ്കിൽ നല്ല പാട്ടുകൾ കേൾക്കാം. അതോടൊപ്പം തന്നെ ലാഫിംഗ് തെറാപ്പി വളരെ പിന്നെ റിസൾട്ട് കിട്ടിയതായിട്ട് ഒരുപാട് റിസർച്ചുകൾ പറയുന്നു. ചിരിക്കുക എന്ന് പറയുന്നത്, ഇപ്പൊ ചില ലാഫിംഗ് ക്ലബ്ബുകളൊക്കെ ഉണ്ട്. 1993-95 കാലഘട്ടങ്ങളിൽ കേരളത്തിൽ തന്നെ
ഈ ക്ലബ്ബുകളൊക്കെ രൂപീകരിച്ചിട്ടുണ്ട്. അത് ഇതിന്റെ സ്ഥാപകൻ പറഞ്ഞ ഡോക്ടർ മദൻ കട്ടാരിയ, മുംബൈ സ്വദേശിയാണ്. അദ്ദേഹത്തിന്റെ പിന്നെ ലാഫിംഗ് യോഗ വളരെ ലോക പ്രസിദ്ധമായ ഒരുപാട് കാര്യങ്ങൾ അദ്ദേഹം ഇതിൽ സംഭാവന നൽകിയിട്ടുണ്ട്. അദ്ദേഹം ഒരു ഫിസിഷ്യൻ കൂടിയാണ്. പക്ഷെ ചിരിക്കാൻ ഇപ്പൊ ഈ കൂട്ടത്തിൽ നമ്മൾ കുറച്ചു നേരം ചിരിക്കാൻ പോവാണ്. നിങ്ങൾക്ക് എത്ര പേർക്ക് എന്റെ കൂടെ ചിരിക്കാൻ പറ്റുമെന്നത് അറിയില്ല. എന്നാലും നമുക്കൊന്ന് ചിരിച്ചു നോക്കാം. സ്പീക്കർ മൈക്ക് ഓൺ ചെയ്യാൻ പറ്റും, നിങ്ങൾ ചിരി കേൾക്കാൻ പറ്റും. നിങ്ങൾ ചിരിക്കുന്നുണ്ടോ ഇല്ല എനിക്കറിയില്ല. ഏതായാലും നമ്മൾ ഒരു 3 ടൈപ്പ് ചിരി ഇവിടെ ചിരിക്കാൻ പോകാൻ. ഒന്ന്, എന്തിനാ ചെയ്യുന്നത്? നമ്മുടെ ഹാപ്പിനെസ് ഹോർമോൺസിൽ പെട്ട എൻഡോർഫിൻ, ചിരിക്കുന്ന സമയത്ത് എൻഡോർഫിന്റെ ഉത്പാദനം കൂടുമെന്നാണ് പഠനങ്ങൾ പറയുന്നത്. നമ്മൾ എക്സസൈസ് ചെയ്യുമ്പോഴൊക്കെ എൻഡോർഫിന്റെ ഉത്പാദനം. അപ്പൊ ചിരി വളരെ പ്രധാനപ്പെട്ട. അപ്പൊ ഞാൻ ഒരു 3 ടൈപ്പ് ചിരിക്കാൻ പോവാം. അപ്പൊ നിങ്ങൾ ഫോളോ ചെയ്താൽ വളരെ നന്നായിരിക്കും. ഒന്ന്, ഇത് വയറ് കുലുങ്ങി ചിരിക്കാൻ ശ്രദ്ധിക്കാം. ഞാനൊരു ശബ്ദം ഉണ്ടാക്കാം, ആ ശബ്ദം നിങ്ങൾ എന്റെ ഒപ്പം ഫോളോ ചെയ്യാം. ഹാ. ഇനി അടുത്തത് നമ്മള് 2 ഹാ, 3 ഹാ, 4 ഹാ, അങ്ങനെ നോൺ സ്റ്റോപ്പ് ഹായിലേക്ക് പോകണം. അപ്പൊ മനസ്സിനെ എന്നൊക്കെ പറയാം. ആദ്യം നമ്മൾ കൃത്യമായിട്ടും ചെയ്യാം. പ്രസവത്തിന് പരിസരത്തെ ആളുകളൊക്കെ ഉണ്ടെങ്കിൽ ഓടി വരൂല്ലെങ്കിൽ പ്രശ്നമില്ല. കാരണം രാവിലെ തന്നെ എന്താ പറഞ്ഞു, സ്വാഭാവികമായി പല കാര്യങ്ങൾ നടക്കുമ്പോ ചിലപ്പോൾ ആളുകളൊക്കെ ഓടി വന്നൂടായില്ല. അപ്പൊ അതിന് ഞാനല്ല ഉത്തരവാദി, അത് നിങ്ങളുടെ അതിന്റെ റെസ്പോൺസ് നിങ്ങളാണ്. അപ്പൊ നോക്കിയിട്ട് ചെയ്താൽ മതി. ഓക്കെ, എനിക്കിവിടെ ഏതായാലും ഞാൻ ഓൾറെഡി എല്ലാ പെർമിഷൻ ഞാൻ ഇവിടെ ഇരിക്കുന്നത്. നമ്മൾ ചിരിക്കാൻ പോവാണ്. നിയന്ത്രണം കിട്ടാതെ അപസ്മാരം ഇളകിയ അടുത്ത ചിരി, പിന്നെ ചായച്ചിരി. ഇപ്പൊ നിങ്ങളെല്ലാരും ബെഡ് കോഫി ഒക്കെ കഴിച്ചിട്ടായിരിക്കും ഇരിക്കാവുന്ന. നമ്മൾ മോനൊക്കെ ഓടി വരുന്നത് എന്താ സംഭവിച്ചിട്ടാണ്. എല്ലാരും ഇങ്ങനെ പിടിക്കാം. ഇങ്ങനെ പിടിച്ചിട്ട് ചായ, ചൂടുള്ള ചായയാണ് കുടിക്കാൻ ഉണ്ടാക്കാം. ഇനി അടുത്തത് നമസ്തേ ചിരി. നമ്മളെ സമയം ഏകദേശം തീരാറായിട്ടുണ്ട്. 7:25 കടന്നുകൊണ്ടിരിക്കാം. 7:30 ആകുമ്പോൾ നമ്മൾ സെഷൻ അവസാനിപ്പിക്കേണ്ടതുണ്ട്. അപ്പൊ എല്ലാരും ഇങ്ങനെ പിടിക്കാതെ നമസ്തേ പറഞ്ഞിട്ട് നമ്മൾ പരമാവധി തല കുമ്പിട്ട് തല പൊങ്ങുമ്പോ ചിരിച്ചുകൊണ്ട് തല പൊക്കാൻ ശ്രമിക്കാം. ഓക്കെ, എല്ലാരും എന്നെ ഫോളോ ചെയ്യാം. ജസ്റ്റ് പ്ലീസ്. ഞാൻ നമസ്തേ പറഞ്ഞിട്ട് ഓക്കെ. ഓക്കെ, ചെലവില്ലാത്തൊന്ന് ചിരിക്കാന്ന് പറഞ്ഞാൽ നമ്മള് ഇമോഷൻസ്, നമ്മൾ പ്രത്യേകിച്ച് നെഗറ്റീവ് ഇമോഷൻസ് വന്നു കഴിഞ്ഞാൽ നമ്മുടെ മുഖത്ത് ഏകദേശം 64ഓളം മൈന്യൂട്ട് മസിലുകളുണ്ട്. ഇതിങ്ങനെ വീർത്ത് ഇരിക്കണം. റിലാക്സ് ചിരിക്കുക, നന്നായി ചിരിക്കുക. അതോടൊപ്പം തന്നെ പാട്ട്, നല്ല സംഗീതങ്ങൾ, പ്രത്യേകിച്ച് സ്ട്രെസ് റിലീസ് ചെയ്യാൻ ഉതകുന്ന ഒരുപാട് രാഗങ്ങളുണ്ട്. അപ്പൊ ആനന്ദ ഭൈരവി രാഗത്തിൽ ചിട്ടപ്പെടുത്തിയ ഒരുപാട് പാട്ടുകളുണ്ട്. ഈ പാട്ടുകൾ, നല്ല പാട്ടുകൾ. ഈ ദുഃഖഗാനങ്ങളിലേക്ക് പോവാതിരിക്കുക. ദുഃഖഗാനം പോയി കഴിഞ്ഞാൽ നമുക്ക് സാഡ് കൊണ്ടുവരും. അപ്പൊ ആനന്ദ ഭൈരവി രാഗത്തിൽ ചിട്ടപ്പെടുത്തിയ ഒരു പാട്ടാണ് ബാബാ കല്യാണിയിലെ ഒരു പാട്ട്. നമുക്ക് എല്ലാവർക്കും 2 വരി പാടി നോക്കാം. നിങ്ങൾ എന്റെ കൂടെ ഏറ്റു പാടാൻ ശ്രമിക്കാം. കൈ നിറയെ വെണ്ണ തരാം, കവിളിൽ ഉമ്മ തരാം, കവിളിലൊരുമ്മ തരാം, കവിളിലൊരുമ്മ തരാം. ഉമ്മ. നിന്മടി നീലേ തല ചായ്ച്ചുറങ്ങാൻ,
നിന്മടി മേലെ തല ചായ്ച്ചുറങ്ങാൻ കൊതിയുള്ളൊരുണ്ണീതാ ചാരേ കൊതിയുള്ളൊരുണ്ണീതാ ചാരേ നമ്മളെല്ലാരും ഒന്നിച്ച് കവിളിലൊരു മേലെ തല ചായ്ച്ചുറങ്ങാൻ നിന്മടി മേലെ തല ചായ്ച്ചുറങ്ങാൻ കൊതിയുള്ളൊരുണ്ണീതാ ചാരേ പാട്ട് പാടിക്കൊണ്ടിരിക്കുകയാണ്. ഏതായാലും ഈ ചുരുങ്ങിയ സമയത്തില് കുറച്ച് കാര്യങ്ങള്, ഇത് അറിയാത്ത കാര്യങ്ങളൊന്നുമല്ല, നമ്മൾ അറിയുന്ന കാര്യങ്ങൾ തന്നെ ഞാൻ നിങ്ങളെ ഉണർത്തുന്നത്. ഏത് കാര്യത്തിലും പ്രതികരിക്കുന്ന സമയത്ത്, ഏത് കാര്യത്തിലും പ്രതികരിക്കുമ്പോൾ നമുക്ക് അഗ്രസീവ് ആയിട്ട് പ്രതികരിക്കാം, സബ്മിസീവ് ആയിട്ട് പ്രതികരിക്കാം, അസർട്ടീവ് ആയിട്ട് പ്രതികരിക്കാം. ഇപ്പൊ ഇമോഷണൽ ബാലൻസ് ഒരാള്, ഇമോഷണൽ മാനേജ്മെന്റ്, ഇമോഷൻ ഇന്റലിജൻസ് ഒരാള് എപ്പോഴും അസർട്ടീവ് ആയിട്ട് പ്രതികരിക്കുകയുള്ളൂ. ഞാൻ പറഞ്ഞു വരുന്ന കാര്യം, നമ്മൾ സോഷ്യൽ ഒന്ന് സെൽഫ് അവയർനെസ് വളർത്തുന്നതോടൊപ്പം സോഷ്യൽ അവയർനെസ് കൊണ്ടുവരിക. മൂന്നാമത്തെ ഇമോഷണൽ മാനേജ്മെന്റ്, നാലാമത്തെ റിലേഷൻഷിപ്പ് മാനേജ്മെന്റ് ആണ്. ഇതൊരു വലിയ ടോപ്പിക്കാണ്. നമ്മൾ ചുരുങ്ങിയ സമയത്തിൽ കുറച്ച് കാര്യങ്ങൾ നിങ്ങളുമായിട്ട് ഡിസ്കസ് ചെയ്ത് തന്നേ ഉള്ളൂ. ഏതായാലും നമ്മൾ സമയം അവസാനിക്കാറായിട്ടുണ്ട്. നമ്മൾ കൃത്യസമയത്ത് തുടങ്ങി കൃത്യസമയത്ത് അവസാനിപ്പിക്കുന്നത് ഒരുപാട് ആളുകൾക്ക് ജോലി സംബന്ധമായിട്ട് പുറത്തു പോകേണ്ടതുണ്ടാവും. ഏതായാലും എനിക്കിങ്ങനെ അവസരം തന്നതിൽ ഇതിന്റെ JC 28 എല്ലാ ഇതിന്റെ ലീഡേഴ്സിനും പ്രത്യേകം നന്ദി പറയാണ്. ചിത്ര മാം നമ്മൾ കൂടെ ഉണ്ടോ എന്ന് അറിയുന്നില്ല, ഞാൻ നോക്കിയിട്ടില്ല ആരൊക്കെയാണ്. ഇവിടെ 53 പേര് ഇവിടെ ഉണ്ട്. എല്ലാവരും ഗ്രേറ്റ് പേഴ്സണാലിറ്റീസ് ആണ്. എല്ലാവരോടും നന്ദി പറഞ്ഞുകൊണ്ട് ഈ സെഷൻ അവസാനിപ്പിക്കുകയാണ്. താങ്ക് യു സോ മച്ച്. താങ്ക് യു നവാസ് സർ. വളരെ അടിപൊളിയായിട്ട് ഒരുപാട് പാട്ടുകാര് ഇവിടെ ഉണ്ട് എന്ന് മനസ്സിലാക്കി തന്നു. അതിന് വലിയൊരു നന്ദി. അപ്പോ അതെ, രാവിലെ തന്നെ ചിരിപ്പിച്ച് ചായ കുടിപ്പിച്ചതിന് അതിനും വലിയൊരു നന്ദി. ഓക്കെ, അപ്പോ ഐ റിക്വസ്റ്റ് JC Sabsheer to propose the vote of thanks. താങ്ക് യു ചെയർമാൻ. ഇന്നത്തെ സെഷൻ നമ്മുടെ ചെയർമാൻ JFM സുഭാഷ് ജി, എംപയറിംഗ് യൂത്ത് കോർഡിനേറ്റർ, അതുപോലെ ഇന്നത്തെ നമ്മുടെ ട്രെയിനർ JC നവാസ് കുര്യാട്, നവാസ് സാറോടുള്ള നന്ദി ഞാൻ ഈ അവസരത്തിൽ രേഖപ്പെടുത്തുന്നു. നമുക്കറിയാം, ഇന്ന് രാവിലെ ഒരുപാട് കലാകാരന്മാരുണ്ട് നമ്മളെ മനസ്സിലാക്കാൻ സാധിച്ചു. ഒരുപാട് ആക്ടിവിറ്റിയിലൂടെ നമ്മുടെ ഇമോഷണൽ ബാലൻസ് എങ്ങനെ കീപ്പ് ചെയ്യാം, നല്ലൊരു JC അല്ലെങ്കിൽ നല്ലൊരു വ്യക്തിത്വം, അത് നബിവചനത്തിലൂടെ തുടങ്ങി ഒരുപാട് ആക്ടിവിറ്റികളിലൂടെയും പിന്നെ പാട്ടുകളിലൂടെ നമുക്ക് ബോധ്യപ്പെടുത്തി തന്ന നവാസ്ജിയോടുള്ള നന്ദി ഈ അവസരത്തിൽ ഞാൻ രേഖപ്പെടുത്തുന്നു. അതേപോലെ തന്നെ നമ്മുടെ സോൺ ഡയറക്ടർ ട്രെയിനിങ് ഹിഷാം ജി, അതുപോലെ നമ്മുടെ ZP PPP ചിത്ര മേഡത്തിനോടുള്ള, അതുപോലെ ഇന്ന് ഈ സെഷൻ എത്തിയ എല്ലാ JC നോൺ JC മെമ്പേഴ്സിനോടുള്ള നന്ദി ഈ അവസരത്തിൽ രേഖപ്പെടുത്തുന്നു. എല്ലാവർക്കും നല്ലൊരു ശുഭദിനം നേർന്നുകൊണ്ട് നിർത്തുന്നു. ജയ് JCA, be better, let's make a difference, enjoy the joy of JCA. Thank you. The 7 AM morning drive online program is here by adjourned, and have a good day to all. Thank you. Thank you. Thank you. Thank you. Thank you. Thank you.